ഗ്ലോബൽ മാർക്കറ്റ് ദുർബലമായിട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 0.78% ഉയർന്ന് 23,721 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റിലെ വീക്ക്നെസ് യൂറോപ്യൻ മാർക്കറ്റിലും US മാർക്കറ്റിലും പ്രകടമായെങ്കിലും നിഫ്റ്റി 50 0.78% ഉയർന്ന് 23,754 ക്ലോസിംഗ് നൽകി. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് ടോപ്പ് ഗെയിനറായി പ്രവർത്തിച്ചപ്പോൾ പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, ഏഷ്യൻ പെയിൻറ് തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ലൂസർ സൈഡിലായിരുന്നു. മിഡ് ക്യാപ് സെക്ടറിലെയും സ്മാൾ ക്യാപ് സെക്ടറിലെയും സ്റ്റോക്കുകൾ ഇന്ന് അണ്ടർ പെർഫോം ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.26%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.03% ലോവർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇന്ന് മാർക്കറ്റ് ഉയരങ്ങളിലേക്ക് എത്തിയതിന് പിന്നിലെ പ്രധാന കാരണം ബാങ്കിംഗ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി 1.74% ഉയർന്ന് 52,746 എത്തി. ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിൽ നിർണായക പങ്ക് വഹിച്ചത് പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളാണ്. പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 1.70% ഉയരുകയും ചെയ്തു. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക്, SBI തുടങ്ങിയ സ്റ്റോക്കുകളാണ് 1 മുതൽ 4% ഉയർന്നത്. PSU ബാങ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രൈവറ്റ് ബാങ്കുകൾ അണ്ടർ വാല്യൂഷനിലാണ് തുടരുന്നതെന്നുള്ള മാക്രോയുടെയും ബെൻസ്റ്റൻ്റെയും റിപ്പോർട്ടിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ പ്രൈവറ്റ് ബാങ്കിംഗ് സ്റ്റോക്കുകൾ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രൈവറ്റ് ബാങ്കിംഗ് ഇൻഡെക്സിലും പ്രൈവറ്റ് ബാങ്കിംഗ് സ്റ്റോക്കുകളിലും വന്ന ബൈയിങ് ആണ് മാർക്കറ്റിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. അതോടൊപ്പം തന്നെ ഹെൽത്തി മൺസൂൺ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും സോളിഡ് മാക്രോ ഔട്ട്ലുക്കും പുതിയ ഗവൺമെൻറ്റിൻ്റെ പോളിസി കണ്ടിന്യൂഷൻ പ്ലാനുമൊക്കെ മാർക്കറ്റിൽ ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,835, 23,900 തുടങ്ങിയ റേഞ്ചുകളാണ് ഇനി ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 23,600 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. യൂണിയൻ ബഡ്ജറ്റ് തന്നെയാണ് മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിൽ പങ്കുവഹിക്കുന്ന പ്രധാന ട്രിഗർ. അതുകൊണ്ട് മാർക്കറ്റിൽ പോസിറ്റീവ് മൊമെൻറ്റം നിലനിൽക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയെങ്കിലും പ്രൊമോട്ടേഴ്സ് നടത്തിയ സെല്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ 10% ഇടിഞ്ഞ മിഡ് ക്യാപ് സെക്ടറിലെ ഒരു IT സ്റ്റോക്കാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജി ലിമിറ്റഡ്. ഹാപ്പിയസ്റ്റ് മൈൻഡ് ഇന്ന് 9.5% ഇടിഞ്ഞ് 829 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 49.61, ഡിവിഡൻഡ് ഈൽഡ് 0.69%, 52 വീക്ക് ഹൈ 1020, 52 വീക്ക് ലോ 741. ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ പ്രൊമോട്ടറായ അശോക് സൂട്ട ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ 6% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് 9% ഇടിഞ്ഞത്. ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ ഫൗണ്ടറും പ്രൊമോട്ടറുമായ അശോക് സൂട്ട ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ 91,56,490 ഇക്വിറ്റി ഷെയറുകളാണ് ബൾക്ക് ഡീല് വഴി ഓഫ്ലോഡ് ചെയ്തത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് വരികയും സ്റ്റോക്ക് 9.5% കറക്റ്റ് ആവുകയും ചെയ്തു. ടെക്നിക്കലി സ്റ്റോക്ക് ബിയറിഷ് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. 5 ഡേ, 10 ഡേ, 200 ഡേ, ഈവൻ 150 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ RSI 45.30 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. RSI 30 താഴെയാണെങ്കിൽ ഓവർസോൾഡ് കാറ്റഗറി എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ സ്റ്റോക്ക് ഇപ്പോൾ ഓവർസോൾഡ് കാറ്റഗറിയിലല്ല. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ റെസിസ്റ്റൻസ് സോണിൽ നിന്നുള്ള ഒരു പ്രൈസ് റിജക്ഷൻ തന്നെയാണ് കാണുന്നത്. സ്റ്റോക്ക് ഒരു സമയത്ത് 1,500 രൂപ വിലയുണ്ടായിരുന്ന സ്റ്റോക്കായിരുന്നു. അതിനുശേഷം 1,280 റെസിസ്റ്റൻസായി, പിന്നീട് 1000 എന്ന ലെവൽ റെസിസ്റ്റൻസായി, ഇപ്പോൾ 950 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ് ഉണ്ട്. സ്റ്റോക്ക് ഉടൻ തന്നെ സപ്പോർട്ട് സോണായ 750 എത്തുമെന്ന് പ്രതീക്ഷിക്കാം. 750 എന്ന സപ്പോർട്ടിനെയും സ്റ്റോക്ക് ഫ്രീക്വൻ്റ്ലി ടെസ്റ്റ് ചെയ്യുകയാണ്. ഈ സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഡൗൺ വരാനും 700, 680 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഇടിയാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്